Manoj to moderate the Malayalam session. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1557 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ പ്രത്യേക പരിപാടി തന്നെയാണ്. മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ചർച്ചയുടെ 2ാം ഭാഗമാണ്. അപ്പോൾ അതിനു മുമ്പായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. തൊട്ടു മുമ്പത്തെ സെഷൻ തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ഹോമിയോപ്പതിയെ പറ്റി ആയിരുന്നു. തീർച്ചയായിട്ടും ഹോമിയോപ്പതിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഒരല്പം വൈകിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികളും വളരെ മനപ്രയാസം നേരിടുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മാറ്റം വരുത്തിയേ പറ്റൂ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ചുമലിലേറ്റുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് വിശിഷ്ട അവതരണവും അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഫരീദ് ബാഖാൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാർ MSc റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. ധാരാളം അനുഭവ പരിചയവും ലോകപരിചയമുള്ള ആളാണ്. ഫരീദ് സാറിനെ ക്ഷണിക്കുകയാണ്. ആദ്യം നമുക്ക് എല്ലാവർക്കും 10 മിനിറ്റ് വീതം എടുക്കാം. സാറേ, ഫരീദ് സാറേ. കേൾക്കാം സാർ, കേൾക്കാം. നമ്മുടെ വിഷയം എന്ന് വെച്ചാല് മെഡിക്കൽ ടൂറിസം രംഗത്ത് ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ളതാണ്. ഇത് ഈ സീരീസിൽ 2ാമത്തേന്ന് വേണമെങ്കിലും പറയാം. ഇപ്പോഴും നമ്മൾ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് ഐസക് സാർ, ഡോക്ടർ NV സുഗതൻ, ഡോക്ടർ SV സന്തോഷ് കുമാർ, ബിന്ദുരാജ് ആൻഡ് മൈ ഫ്രണ്ട് ഡോക്ടർ മനോജ്. ഗുഡ് ഈവനിങ്. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ വിപുലമായ ഒരു സബ്ജക്റ്റാണ്. ഈ 1 മണിക്കൂറിലൊക്കെ ഒതുക്കി തീർക്കാനായിട്ട് കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. എന്നാൽ പോലും നമുക്കതിന് ശ്രമിക്കാം. അതായത് നമ്മൾ ഈ വിഷയത്തിന് ഒരു പ്രത്യേക ആംഗിളിൽ കാണാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സാമ്പത്തിക വികസനം, ടൂറിസം ഡെവലപ്മെന്റ്, ഹെൽത്ത് കെയർ സിസ്റ്റം, ഈ 3 ഒരു ആംഗിളിന്റെ, ഒരു ട്രയാംഗിളിന്റെ 3 മൂലകൾ അല്ലെ 3 ആംഗിൾസ് എന്ന രീതിയിൽ എടുത്താൽ ഇവ എല്ലാം തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. സാമ്പത്തിക വികസനം ആണ് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും ഒരു സൊസൈറ്റിയുടെയും പ്രധാന ലക്ഷ്യം. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ സാമ്പത്തിക ക്ഷേമവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്ന പ്രക്രിയയാണ് സാമ്പത്തിക വികസനം. സാധാരണയായി സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ, വിഭവങ്ങളുടെ ന്യായമായ വിതരണം എന്നിവയിലൂടെയാണ് നമുക്ക് സാമ്പത്തിക വികസനം സാധിക്കുന്നത്. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്ന ടൂറിസമാണ്. ടൂറിസം വികസനത്തിനോ വിശ്രമത്തിനോ വേണ്ടി യാത്ര ചെയ്യുന്ന പ്രവണതയാണ് ടൂറിസം പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് നൽകുന്ന അതിഥികളുടെ ആവശ്യങ്ങൾക്കായി ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉപഭോഗവും ഉൾപ്പെടുത്തും. ആരോഗ്യ സംരക്ഷണത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിയുടെ ഫോക്കസ് ഈ ടൂറിസം, മെഡിക്കൽ ടൂറിസത്തിന്റെ സ്പേസ് എവിടെയാണ് എന്നതാണ്. ഈ 3 കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രക്ചർ, ഫങ്ഷൻ, കണക്ടിവിറ്റി, ടെക്നോളജി, ഈ കാര്യങ്ങളിൽ ശരിക്കുള്ള പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും ഈ സാമ്പത്തിക വികസനത്തിനാണെങ്കിലും ടൂറിസത്തിനാണെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിനാണെങ്കിലും ആവശ്യമാണ്. ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ച് നമുക്ക് വേറിട്ട് ചിന്തിക്കാൻ സാധിക്കില്ല. സാമ്പത്തിക വികസനമാണെങ്കിലും ഏത് വികസന പരിപാടികളാണെങ്കിലും ഈ ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മെഡിക്കൽ ടൂറിസത്തിന്റെ വളർച്ചയിൽ സാമ്പത്തിക വികസനം, ടൂറിസം, ആരോഗ്യ സംരക്ഷണ സംവിധാനം എന്നിവയുമായുള്ള ബന്ധം കാണാം. ഉയർന്ന നിലവാരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ തേടി യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും ലഭിക്കുന്ന സാമ്പത്തിക, അതായത് വികസനത്തിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഈ നാടിൻ്റെ പുരോഗതിക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഗ്ലോബൽ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് മെഡിക്കൽ ടൂറിസത്തിന് $17 ബില്യൺ ഇപ്പോൾ ചെലവായിക്കൊണ്ടിരിക്കുന്നത്.
അത് 2025 ആകുമ്പോഴത്തെ $40 ബില്യൺ ആയിട്ട് മാറുമെന്നുള്ളതാണ് ഏകദേശം കണക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഈ വികസനത്തിൽ, അതായത് സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എക്സ്പെൻഡിച്ചർ വരുമ്പോൾ ഹോമിയോപ്പതി ആ ടൂറിസം ആ മേഖല ശരിക്കും യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ് ശരിക്കും ഇപ്പോഴും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടൂറിസത്തിനും അതായത് പിന്നെ ഹോമിയോപ്പതിക്ക് ഒരു ഹബ്ബായിട്ട് തന്നെ പറയുന്നതിൽ തെറ്റില്ല. മറ്റു പല രാജ്യങ്ങളും, അതായത് പിന്നെ 3-4 രാജ്യങ്ങളെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, അതായത് കേരളത്തിന് വളരെയധികം ഫോക്കസ് ചെയ്ത് ഇത് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതായത് നമ്മുടെ GDP നോക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു 10% ഓഫ് ദ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് ടൂറിസം മേഖലയിൽ നിന്നാണ്, GDP-യുടെ. അപ്പോൾ അതിനുള്ള പ്രാധാന്യം ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയത്തിലാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ടൂറിസത്തിലെ, അതായത് മെഡിക്കൽ രംഗത്ത് ഹെൽത്ത് ഹോമിയോപ്പതിക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, അത് ഏത് രീതിയിൽ പ്രാധാന്യം ചെയ്യണം, എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ വളരെ വിശദമായ ചർച്ചകൾ തന്നെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളെ ഹോമിയോ മെഡിക്കൽ കോളേജുകൾ, അതിലെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ എക്സ്പെർട്ടൈസ്, റിസർച്ച് ഡെവലപ്മെൻറ്റ്, ഇവയിൽ ഒരു ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഈ ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് IFPH, സിമിലിയ കോളം, അതായത് നമ്മുടെ ഐസക് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ഇപ്പം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജ്, ഹോമിയോ മെഡിക്കൽ കോളേജും റിസർച്ച് സെൻ്ററും തുടങ്ങുന്നതിനെ കുറിച്ച് ഒരു പ്രൈവറ്റ് ഏജൻസി മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മുടെ ആയുഷ് മിനിസ്ട്രി ഉണ്ട്, നാഷണൽ മെഡിക്കൽ ആൻഡ് വെൽനസ് ടൂറിസം ബോർഡ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് തന്നെ പറയാം. കൂടാതെ ടൂർ ഓപ്പറേറ്റേഴ്സിന് നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ ടൂറിസത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്റിന് ശരിക്കും ഇത് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. കാരണം ഈ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേഷൻ, ഇത് മുഖാന്തരം ജനറേഷൻ, ജോബ് ക്രിയേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇവയൊക്കെ നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കുക. എന്നിരുന്നാൽ പോലും ഈ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിക്ക് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ള കാര്യം ഇന്ന് IFPH-യുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും ഏതാണ്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് IFPH-ന്റെ ഒരു കോൺട്രിബ്യൂഷൻ ശരിക്കും ഈ മേഖല ഏത് രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് ക്രോണിക് ഡിസീസിന്റെ മാനേജ്മെന്റ് മറ്റ് ഏത് ഹെൽത്ത് സിസ്റ്റത്തിനേക്കാളും ഈ ക്രോണിക് ഡിസീസിന്റെ മാനേജ്മെന്റ് വളരെ ഇഫക്റ്റീവായിട്ട് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വെൽനസ് പ്രോഗ്രാംസ്, ദ ഇന്റഗ്രേഷൻ വിത്ത് അതർ സിസ്റ്റംസ്, എസ്പെഷ്യലി ഹോമിയോപ്പതി, എസ്പെഷ്യലി ദിസ് ആയുർവേദ ആൻഡ് ഓൾ, ഈ കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകൾ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിയുടെ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ടെക്നോളജിയിൽ വളരെ ഫാസ്റ്റായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടെക്നോളജിയുടെ വിഭാഗം വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, മറ്റുള്ള നമ്മുടെ ഹോസ്പിറ്റലുകളിലെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് രീതിയിൽ വരണം എന്നുള്ള കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് ആക്ഷൻ പ്രോആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ട് ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് റിസർച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ അല്പം വീക്ക് ആണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷേ അതിനുള്ളത് എല്ലാ ഡേറ്റാസ് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോക്കസ് കൊടുത്ത് മുമ്പോട്ട് പോവുകയും ആ രീതിയിൽ നമ്മൾ റിസർച്ചിൽ
ഫോക്കസ് ചെയ്താൽ ഈ ടൂറിസം ആയിട്ട് വരുന്ന ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് ഈ കൂടുതൽ ഞാൻ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പം ഒരു സ്ട്രക്ചറിലും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ, ഫങ്ഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സർവീസസ്, പിന്നെ കണക്ടിവിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജോസഫ് സാറിൻ്റെ സിമിലിയ അവർ നോക്കുന്നവർക്കറിയാം, അദ്ദേഹത്തിന് ഈ ഇൻ്റർനാഷണലായിട്ട് വളരെയധികം ബന്ധങ്ങളുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ നമ്മുടെ മെഡിക്കൽ ടൂറിസം, ഹോമിയോപ്പതിയുടെ മെഡിക്കൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ അങ്ങേയറ്റം സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതിനേക്കാളും കേരളത്തിലെ സാധ്യത ഈ റൂട്ട് യൂട്ടിലൈസ് ചെയ്താൽ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഈ രംഗത്ത് ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളെ ധരിപ്പിക്കുന്നതാണ് ഞാൻ തോന്നുന്നു. കണക്ടിവിറ്റി ഇതാണ്. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ മാർക്കറ്റിംഗ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ വരുമ്പോഴേ മാർക്കറ്റിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരും. അതും ഈ മേഖല വിപുലപ്പെടുത്താൻ നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. കൂടുതൽ സമയമില്ല, ഏകദേശം 10 മിനിറ്റ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. 10 മിനിറ്റോളം ഏതായിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഈ വക പോയിന്റുകളാണ് എനിക്ക് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യാനുള്ളത്. ഡിസ്കഷന്റെ സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുമല്ല, വളരെ വിദഗ്ധരായ ആൾക്കാർ, ജോസഫ് സാറിനെ പോലെയുള്ള വിദഗ്ധരായ ആൾക്കാർ നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ മേഖലകൾ ഏതാണെന്നും ഇത് ഏതെല്ലാം രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം വിശ്വാസമുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് എൻ്റെ പ്രസന്റേഷൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ഓക്കെ. വളരെ കാര്യമായിട്ട് സാറ് പറഞ്ഞപ്പോൾ അതിനകത്ത് സാറ് ഇൻവെസ്റ്റ്മെന്റ്, സ്ട്രക്ചർ, കണക്ടിവിറ്റി, ഇതോടൊപ്പം തന്നെ ഈ പാർട്ടിസിപ്പേഷൻ, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, PPP എന്ന് പറഞ്ഞ പോലെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയ്ക്കാൻ കഴിയും. ഇക്കാര്യത്തിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ ജോസ് ഐസക് സാറിനെ ക്ഷണിക്കുകയാണ്. സാർ എന്ത് പറയുന്നു? ഇതൊരു വലിയ ടോപ്പിക്കാണ്. കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീർക്കണമെന്നുള്ളതാണ് എന്റെ പ്രശ്നം. എല്ലാം നമുക്ക് കീനോട്ടായിട്ട് പറഞ്ഞിട്ട് പിന്നെ തുടരാം സാർ, സീരിയസ് ആയിട്ട് വെക്കാം. പക്ഷേ ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷെ ഇതിനകത്ത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, മീഡിയ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുകൂടാതെ പ്രൈവറ്റ് എന്റർപ്രനേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് വെൽ ഡിഫൈൻഡ് ആണ്. കാരണം ഇപ്പോൾ ഒരു എയർ കണക്ടിവിറ്റി, ഇപ്പോൾ ആൾക്കാരെല്ലാം വളരെ ബിസിയാണ്. അതുകൊണ്ട് അവർക്കൊരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒരിടത്ത് പോയി സ്പെൻഡ് ചെയ്ത് കുറഞ്ഞ സമയം കൊണ്ട് അവിടെ എത്തി മാക്സിമം ആ സ്ഥലത്തിന്റെ സുഖം കിട്ടുകയും തിരിച്ചു പോരുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം സ്ഥലങ്ങൾ കൂടുതലുള്ളത് ട്രിവാൻഡ്രത്താണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിറങ്ങുന്നത് കൊച്ചിൻ എയർപോർട്ടിലാണ്. കാരണം കണക്ടിവിറ്റിയാണ് അതിന്റെ കാരണം. മറ്റൊന്ന് റോഡുകൾ. ഒരാൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ അയാൾ അത്യാവശ്യം കുറച്ച് അടുത്തുള്ള 2-3 കാണാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനൊക്കെ താല്പര്യം കാണും. അതിപ്പോ നമ്മളാണെങ്കിലും എവിടെയെങ്കിലും പോയാൽ അതാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല റോഡുകൾ, എയർ കണക്ടിവിറ്റി, അതുപോലെ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ, വളരെ ക്ലീൻ വാട്ടർ, ക്ലീൻ സറൗണ്ടിങ്സ്, ഇത്രയും ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്താലേ പറ്റുള്ളൂ. ഗവൺമെന്റിനെ അത് പറ്റുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങൾ, നല്ല ഹോട്ടൽസ്, മറ്റു കാര്യങ്ങൾ പ്രൈവറ്റ് എന്റർപ്രനേഴ്സിന് പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഞാൻ മീഡിയയുടെ കാര്യം പറയാൻ കാരണം, നമുക്കറിയാം കേരളത്തില് ഇപ്പോ ഏത് ലോകത്തിൽ എവിടെ ഏത് എപ്പിഡമിക് ഉണ്ടായാലും കേരളത്തിലാണ് ഇതിന് ഏറ്റവും അധികം പബ്ലിസിറ്റി കിട്ടുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഒരു 3.5 മാസം മുമ്പ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ മീഡിയയും പറഞ്ഞുകൊണ്ടിരുന്നത് മങ്കി പോക്സ് ആണ്. അത് വന്നാൽ മരിച്ചു പോവും എന്നും പറഞ്ഞ് വേണ്ടാത്ത, എന്നുവെച്ചാൽ ആകപ്പാട് ഒരാളൊറ്റ മരിച്ചതായിട്ട് എനിക്ക് അറിവുള്ളൂ കേരളത്തില്. അത് 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഒരാൾ മരിച്ചു.
അതിന് കിട്ടിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലുതാണ്. കാരണം എല്ലാ ചാനലുകളും എല്ലാ പേപ്പറുകളും എല്ലാവരും എടുത്തിട്ട് ഇത് ഇങ്ങോട്ട് ആഘോഷിക്കുക. ഈ ആഘോഷം വന്നപ്പോൾ പല ആൾക്കാരും, ഞാനന്ന് വിദേശത്തൊക്കെ പലയിടത്തും ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും, കേരളത്തിൽ അപ്പടി മങ്കി പോക്സും പിന്നെ നിപ്പയും എല്ലാം ആണല്ലോ എന്ന് പറയുന്ന ഒരിതുണ്ട്. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പബ്ലിസിറ്റി. കിട്ടിയില്ലെങ്കിലും ഇതുപോലത്തെ മോശമായ പബ്ലിസിറ്റി വരാതിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ലോകത്തിൽ പലയിടത്തും എപ്പിഡമിക്കുകൾ വരുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ അത് എപ്പിഡമിക്കൊന്നും ആയില്ല. അതിനെ അങ്ങ് ഹൈക്ക് ചെയ്ത് അതൊരു വലിയ സംഭവമാക്കി. അത് ഇന്നിപ്പോ എപ്പിഡമിക്കുകൾ പലർക്കും ഒരു ചാകരയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അത് എല്ലാ വർഷവും ഇത് തുടർച്ചയായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, ഒരു ടൂറിസ്റ്റ് കേരളത്തിൽ വരുമ്പോൾ, ഒരു ഫോറിനർ വരുമ്പോൾ മിനിമം അയാള് ഒരു 1 lakh rupees-ഓളം എയർ ചാർജസും ഒരു 1 lakh ഇവിടെ സ്പെൻഡിങ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ ഏതാണ്ട് 2 to 3 lakhs ഒരാൾ ആവറേജ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് 100 പേര് വരാതിരുന്നാൽ നമ്മുടെ കേരളത്തിന് എത്ര നഷ്ടമുണ്ട് എന്നുള്ള ചിന്തിക്കുന്നില്ല. തന്നെയുമല്ല, പലപ്പോഴും ഈ നമ്മുടെ ഇവിടെയുള്ള ഇൻഡസ്ട്രിയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു എന്റർപ്രീനർഷിപ്പിനെയൊക്കെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു സമീപനമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് കുറേയൊക്കെ മാറിയാലേ പറ്റുള്ളൂ. അത് മറ്റൊരു വശം. പിന്നെ മറ്റ് ഹെൽത്ത് ടൂറിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇന്ന് മനുഷ്യന്റെ ലൈഫ് സ്പാൻ ഇങ്ങനെ 76, 80, 90-ലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ 35, 40 വയസ്സിൽ അയാള് മരുന്ന് കഴിച്ചു തുടങ്ങുകയാണ്. നമ്മള് ഇന്ന് ആയുഷ് സിസ്റ്റത്തിന് ഒരു മിനിസ്ട്രി ഉള്ള ഏക രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ആ ഒരു ഇത്, അപ്പോൾ ടൂറിസത്തിന് വരികയാണെങ്കിൽ പോലും അവർക്ക് പറ്റുമെങ്കിൽ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ ഫേമസ് ആയിട്ടുള്ള വൈദ്യശാസ്ത്രങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ നോക്കുന്ന ഒരു ഇതുണ്ട്. കാരണം 35, 40 വയസ്സാകുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ക്രോണിക് ഡിസീസിനുള്ള ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുമോ എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഏരിയ ഉണ്ട്. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് മാർക്കറ്റ് ചെയ്യുകയും ചെയ്യണം. അതിൽ ആ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ലതുമായിരിക്കും, ക്വാളിറ്റി പ്രോഡക്റ്റ് വേണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ ഒരാൾ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റിനോ ഒരു എമർജൻസി സിറ്റുവേഷനോ ഒരു ലൈഫ് സേവിങ് ഡ്രഗിനോ ഒരു സർജറിക്കോ ആയിട്ട് എത്ര പേര് ഇന്ത്യയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ പോകുന്നുണ്ട് പലരും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റിനാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ഇന്ത്യയിൽ അത് അനുവദിക്കണമെന്ന് തന്നെ ചിന്തിക്കണം. അപ്പോൾ നമ്മളുടേതായ ഒരു ആയുഷ് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇന്ത്യയിൽ മാത്രമാണ് ഏറ്റവും അധികം ആയുഷ് സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ആയുഷ് സിസ്റ്റങ്ങൾ തന്നെ അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്നു, അവർക്ക് ക്യൂർ ചെയ്യാവുന്നു ഏരിയാസ് കണ്ടെത്തി ആ ഏരിയകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് നടത്തണം എന്നുള്ളതാണ്. ഇപ്പൊ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോണിക് ഡിസീസ്, അതിലാണ് ഹോമിയോപ്പതിയുടെ സ്കോപ്പ്. കാരണം നമുക്കറിയാം, ഹോമിയോപ്പതി ശാസ്ത്രത്തിലേക്ക് പലരും വരുന്നത് അലോപ്പതി ശാസ്ത്രം പ്രയോഗിച്ചു നോക്കി നിവൃത്തിയില്ലാതാവുമ്പോഴാണ്. പണ്ട് അങ്ങനെയായിരുന്നില്ല. ഒരു 50 വയസ്സാകുമ്പോൾ ഒരാൾക്ക് അസുഖം വരും, 60, 65 വയസ്സാകുമ്പോൾ മരിക്കും. ഇന്ന് അങ്ങനെയല്ല. 40 വയസ്സിലെ അസുഖം വരും, 90 വയസ്സ് വരെ ഗുളിക കഴിക്കുക. അപ്പൊ ഇയാൾ ഈ ഗുളിക കഴിച്ച് കുറെ നാൾ കഴിയുമ്പോൾ ഇയാൾക്ക് സൈഡ് എഫക്ട്സ് വരും. അത് ഈ ഇന്റർനെറ്റിന്റെയൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ജനങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ അവെയറാണ്. അവർ കഴിക്കുന്ന മരുന്ന് അപ്പോൾ തന്നെ ഇന്റർനെറ്റിൽ നോക്കി അതിന്റെ സൈഡ് എഫക്ട്സും അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാമെന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് ഹോമിയോപ്പതിക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇതിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് 15 വർഷമായിട്ട്, നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാൻ കഴിയും? സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന, അതും എല്ലായിടത്തും ഈ മരുന്നുകൾ അവൈലബിളും ആകണം. ഈ ചൈനീസ് സിസ്റ്റത്തിനും ആയുർവേദ സിസ്റ്റത്തിനും ഉണ്ടായ എന്തുകൊണ്ട് അവർ മുന്നിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയെ കവച്ചു വയ്ക്കാൻ അവർക്ക് കഴിയാതെ പോയത്, അവരുടെ രാജ്യത്ത് തന്നെയുള്ള മരുന്നുകളെ അവിടെയുള്ളൂ. അത് ഒരു വലിയ ക്വാണ്ടിറ്റി ഒരാളെ ചികിത്സിക്കാൻ വേണം. ഇവിടുന്ന് ഒരാളെ ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് മരുന്ന് അയക്കണമെങ്കിൽ അതിന്റെ ചെലവ് വലിയതാണ്. അതേസമയം ഇന്ന് നമ്മുടെ മരുന്നുകൾ ലോകത്തിന്റെ എല്ലാ കോർണറിലും കിട്ടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്നുമല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഹോമിയോപ്പതി മെഡിസിൻ സെല്ല് ചെയ്ത് തുടങ്ങി. അപ്പൊ അതൊരു വലിയ ഒരു സ്റ്റെപ്പായിരുന്നു. അതേപോലെ തന്നെ ഈ
വീഡിയോ കോളിൽ കൺസൾട്ടേഷൻസ്. ഇപ്പൊ ഒരാള് ഒരു ടൂറിസ്റ്റ് ആയിട്ട് ഇവിടെ വന്നു, ആയുഷ് സിസ്റ്റങ്ങളെ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു, അത് കഴിഞ്ഞ് അയാൾക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിൽ ഹോമിയോപ്പതിയാണ് ഏറ്റവും എളുപ്പം. കാരണം സിദ്ധയോ യുനാനിയോ ആയുർവേദോ ഒക്കെ മരുന്നുകൾ കിട്ടണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് തന്നെ പോകണം. അതേസമയം ഹോമിയോപ്പതി മരുന്നുകൾ ഇന്ന് ലോകത്തെ എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഫാർമസികളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സ്കോപ്പ് കൂടുതൽ ഹോമിയോപ്പതിക്കുണ്ട്. പക്ഷെ നമ്മളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ക്വാളിറ്റി പ്രോഡക്റ്റിനെ കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്. അപ്പൊ നമുക്ക് അവർക്കില്ലാത്തതും നമുക്കുള്ളതുമായ കാര്യങ്ങളെ വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഹോമിയോപ്പതിക്കാണ് ഏറ്റവും അധികം ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത്. പക്ഷെ അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരണം. അതിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് പ്രയോജനം കിട്ടുമെന്ന് ഏതാണ്ട് ഒരു ഉറപ്പ് വേണം. കാരണം എല്ലാവരും ഇന്ന് പാക്കേജുകളുടെ കാലമാണ്. എൻ്റെ സൈനസൈറ്റിസ് എത്ര ദിവസം കൊണ്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കാര്യം എന്ന് കൃത്യമായി പറയാനുള്ള, അത് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആൾക്കാരിൽ കൂടുതൽ നമുക്ക് കടന്നു പറ്റാനുള്ളൂ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ 10 മിനിറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അല്ല, എന്തായാലും സാറിന്റെ അനുഭവം വെച്ച് വളരെ കൃത്യമായിട്ട് സാറ് പറഞ്ഞു. അതായത് എന്താ ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യുക, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിനെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ സാറ് പറഞ്ഞൊരു കാര്യം, അവൈലബിലിറ്റി ഓഫ് മെഡിസിൻ ഹോമിയോപ്പതി വലിയ പ്ലസ് പോയിന്റ് ആണ്. അതിലായി ക്വാണ്ടിറ്റി ഒരു പ്ലസ് പോയിന്റ് ആണ്, എക്സ്പെൻസ് പ്ലസ് പോയിന്റ്, ഒരുപാട് പ്ലസ്സുകൾ നമുക്കുണ്ട്. ഈ പ്ലസ്സുകൾ നമ്മൾ അക്യൂമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു വിജയം തന്നെ നേടാൻ കഴിയും. ഡോക്ടർ സുഗതനെ ക്ഷണിക്കാം. ഡോക്ടർ സുഗതൻ, അൺമ്യൂട്ട് ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യണേ. താഴെ ഒരു മൈക്കിന്റെ സിമ്പൽ ഉണ്ട്. ഓക്കെ, റെഡി. വീണ്ടും പോയി, ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്യാമോ? റൈറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പ്രോഗ്രാം ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും വളരെ ആധികാരികമായിട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ ഐസക് മത്തായി സാറ്, ഡോക്ടർ ജോസ് ഐസക് സാറ്, ഡോക്ടർ പരീത് ബാബ ഖാൻ സാറിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത്. എങ്കിലും എനിക്കൊരു അഡ്വൈസ് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇനി ഫ്യൂച്ചറിൽ വരുമ്പോൾ സംസാരിക്കേണ്ടുന്ന ആ ടോപ്പിക്കും സംസാരിക്കേണ്ട ഏരിയ ഒന്നുകൂടെ ക്ലാരിറ്റി ആക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ നമുക്ക് ആ സബ്ജക്റ്റിലൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പറയാനുള്ളത്. ഇപ്പൊ തന്നെ നമ്മുടെ സാറ് പരീത് ഖാൻ സാറ് വളരെ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിച്ചു. സാറിന്റെ ആൾറെഡി സാറ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതിന്റെ ഒരു കണ്ടിന്യൂറ്റിയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജോസ് ഐസക് സാറും അതിനെ വ്യക്തമായിട്ടുള്ളൊരു ഊന്നൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഞാൻ ആ ഏരിയ പറയുന്നില്ല. എന്നിരുന്നാലും എനിക്ക് പറയാനുള്ള ഇതിന്റെ ഈ ഹഡിൽസ്, നമ്മുടെ ഈ മെഡിക്കൽ ടൂറിസം നമ്മുടെ വളരെ ആധികാരികമായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കിതിന് വരുന്ന ഹഡിൽസ് എന്തെന്നാണ്, അതിനകത്തുള്ള ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നാണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചുകൂടെ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടിയുണ്ട്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ ഇതിനെക്കുറിച്ചൊരു ജസ്റ്റ് ഒരു അന്വേഷണം, നമ്മൾ അതിന്റെ തുടർച്ചയായിട്ട് ഡോക്ടർ മനോജ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് അന്വേഷിച്ചു പോയി. എനിക്കിപ്പോൾ മനസ്സിലായതെന്ന് ഞാൻ ഒരു ഇന്ത്യയിലെ നാഷണൽ ലെവലിൽ തന്നെ ഒരു ടൂറിസം മിനിസ്ട്രി ഉണ്ട്. ഇപ്പോൾ പ്രസന്റ്ലി ഡോക്ടർ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹമാണ് അതിന്റെ മിനിസ്റ്റർ. അപ്പൊ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഇന്ത്യൻ ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ തന്നെ വെൽനസ് ടൂറിസം, അതിൽ ഹോമിയോപ്പതി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു ആൻഷ്യൻ സിവിലൈസേഷൻ ഫുള്ളി ദിസ് ഈസ് ബീങ് ഡൺ ബൈ ദ പൊസിഷൻ ഓഫ് ഇന്ത്യ ആസ് ദ സെന്റർ ഓഫ് ആയുർവേദ, യോഗ, സിദ്ധ, നാച്ചുറോപ്പതി എക്സെട്ര, together with the spiritual philosophy that has been integral to the Indian way of life എന്നാണ് അതിനകത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ഹോമിയോപ്പതി വന്നിട്ടില്ല. അപ്പോൾ അതേസമയം കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആയുഷ് സെക്ടറിനകത്ത് ഹോമിയോപ്പതി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നാഷണൽ ലെവലിൽ അതിന്റെ ഒരു വിഷയം നമ്മൾ ആ ഒരു ഹോമിയോപ്പതി എന്നുള്ള അതിന്റെ സാധ്യത അവിടെ നമുക്ക് വെബ്സൈറ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഒരു വിഷയം. രണ്ടാമത്, എനിക്ക് ഈ ടൂറിസ്റ്റിന്റെ ഒരു വിഷയം വരികയാണെങ്കിൽ, ഇതൊരു നാഷണൽ ഈ ടൂറിസത്തിന്റെ വെൽനസ് ടൂറിസത്തിന്റെ സൈറ്റ് പല വിദേശികളും സ്വദേശികളും നോക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കറക്ഷൻ ഉണ്ടാവണം. പിന്നെ ഇതിന്റെ അക്രഡിറ്റേഷൻ പോലെയുള്ള ഗൈഡ് ലൈൻസ് നമ്മുടെ രണ്ട് വെൽനസ് ടൂറിസം ഇന്ത്യൻ ടൂറിസത്തിനകത്തും കൊടുത്തിട്ടുണ്ട്.
പക്ഷെ അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ആ ലെവലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതൊരു പക്ഷേ ഒരു ഓർഗനൈസേഷൻസിന്റെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഞാൻ ഓർഗനൈസേഷൻ എന്ന് പറയില്ല, IFPHന്റെ തന്നെ ഒരു കടമയായിട്ട് എടുത്താൽ മാത്രമേ ഇത്തരം ഒരു അവബോധം സ്റ്റാക്ക് ഹോൾഡേഴ്സിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, അല്ല നമ്മള് ജോസഫ് SXR പോലെ നടത്തുന്നത് പോലെയുള്ള ഒരു ടൂറിസം പ്ലസ് മെഡിക്കൽ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഹോമിയോപ്പതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ശരി, അതിൽ സാധാരണ ആൾക്കാരെയും കൂടെ ഒരു കണക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വരുന്ന ഈ ടൂറിസത്തിലേക്ക് വേണ്ടി ഇന്ന് ഇന്ത്യക്കകത്ത് വരുന്ന വൈദേശികരായിട്ടുള്ള ആൾക്കാർ, വൈദേശികരാൾ ഏത് പ്രദേശത്ത് നിന്നാണ് വരുന്നത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതലും പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് വരുന്നുണ്ട്. അതേസമയം ജർമ്മൻ സ്പീക്കിംഗ് ഏരിയ പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്നാണ് പൊതുവിൽ നമ്മുടെ ആയുർവേദത്തിന്റെയും മറ്റ് ഹെൽത്ത് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ വരുന്നത്. അത് സ്വിറ്റ്സർലൻഡ് ഉണ്ട്, അതുപോലെ റഷ്യൻസ് ഉണ്ട്, സ്ലോവാക്യൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മാലദ്വീപ്സ്, പിന്നെ ശ്രീലങ്ക, ആഫ്രിക്ക, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം കൾച്ചർ പൊതുവിൽ മനസ്സിലാക്കുമ്പോൾ ഇവര് ഒരു ഇന്ത്യൻ ലൈഫ് സ്റ്റൈല്, വേ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ലൈഫ് സ്റ്റൈലും ഇന്ത്യൻ ഭക്ഷണ രീതിക്കുമാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതോടൊപ്പം ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഒരു ഹൈഫൈ എന്നുള്ളത് ഹൈഫൈ ആവശ്യമാണ് പല സ്ഥലത്തും. കാരണം നമ്മുടെ ഇപ്പൊ അക്രഡിറ്റേഷനും മറ്റു കാര്യങ്ങൾക്കും സ്റ്റാൻഡർഡൈസേഷൻ അല്ലെങ്കിൽ AC റൂം അങ്ങനെയൊക്കെയുള്ള, അതേസമയം നമ്മുടെ ഫോറസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റ് നമ്മുടെ പ്ലേസസ് സെലക്ട് ചെയ്യുക, അതിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുക, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽ, ഭാരതീയമായ ഒരു ചിന്താഗതിയെ കൂടെ കൊടുത്തുകൊണ്ടുള്ള ഒരു വിഷയം മാത്രമേ നമുക്ക് കൂടുതൽ സ്കോപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അത് ഭാരതീയം എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് വളരെ ഒട്ടി നിൽക്കുന്നതും അതുപോലെ എക്കോളജിയുമായിട്ട് വളരെ എക്കോളജിയെ ഊന്നിപ്പിടിച്ചുകൊണ്ട് ഉള്ള ഒരു ടൂറിസത്തിൽ ഹോമിയോപ്പതിയുടെ സാധ്യത എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഡയറ്റ് ആൻഡ് റെജിമെൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് പറയാനുള്ള ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഈ വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഹനിമൻ അദ്ദേഹത്തിന്റെ ഈ അഫോറിസത്തിനകത്ത് 259 മുതൽ 263 വരെയുള്ള അഫോറിസത്തില് അദ്ദേഹം ഈ ഡയറ്റില് തിരസ്കരിക്കേണ്ടതും റെക്കമെൻഡ് ചെയ്തതായിട്ടുള്ള ഒരു ഭാഗം കുറിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു ഹോമിയോപ്പതി അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് കൺസെപ്റ്റ് ആണെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഒരു ഭാരതീയമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ ഈ ലൈഫ് സ്റ്റൈലിൽ നമുക്കിപ്പോ ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഫാസ്റ്റ് ഫുഡിന് നമുക്ക് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു ഊന്നൽ കൊടുത്താൽ മാത്രമേ തീർച്ചയായിട്ടും അതിനകത്ത് കൂടുതൽ ഫലം ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത്തരം പിന്നെ ടൂറിസ്റ്റുകൾ എക്സ്പെക്ട് ചെയ്യുന്നതും അതായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അവരുടെ പ്രകൃതി ഭംഗിയും മറ്റ് കാര്യങ്ങളും അതിനകത്തുണ്ട്. അതുപോലെ ന്യൂട്രീഷൻ, അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ്സ്. അപ്പൊ നമ്മളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ വെബ്സൈറ്റിൽ പോയാൽ അതിനകത്ത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു സിലബസ് പ്രിപ്പയർ ചെയ്യുക. അതില് പ്രത്യേകിച്ചും ഇനിയൊരു വിഷയം പറയുന്നത് ജോസഫ് SXR സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഹോമിയോപ്പതിക്കകത്ത് ഇന്നുള്ള ഒരു ഏറ്റവും വലിയ ന്യൂനത എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ പ്രോട്ടോകോൾ ഇല്ല. സാറ് സൂചിപ്പിച്ചു സൈനസൈറ്റിസിന്റെ കാര്യം പറഞ്ഞു. പക്ഷേ സൈനസൈറ്റിസ് എന്നല്ല, ഒന്നിലും തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടേതായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമുക്കും ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രോട്ടോകോൾ വെക്കുമ്പം ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസിന്റെ ക്ലാസിഫിക്കേഷനും അതുപോലെ അതിന്റെ പ്രോട്ടോകോള്, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, ഇതിനൊരു വ്യക്തത ഓരോ ചികിത്സയ്ക്കും വേണം. ഒരു വൈറൽ ഫീവർ വന്നാൽ അതിന്റെ ഡ്യൂറേഷൻ, ഒരു പേഷ്യന്റ് സ്റ്റേ ചെയ്യേണ്ട ഡേയ്സ് എത്രയാണ്, അതിന്റെ കോസ്റ്റ് എത്രയാണ്, ഇതിനൊരു വ്യക്തത ഉണ്ടാവണം. ഈ വ്യക്തത ഉണ്ടായാൽ മാത്രമേ ഇത് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് മേഖലയായാലും, ഒരുപക്ഷെ ഗവൺമെന്റിനാവുമ്പോൾ ഗവൺമെന്റ് ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് ഒരുപക്ഷെ
ഇനിയും വളരെ ലേറ്റ് ആവും. നമുക്കൊരു 2-3 വർഷം കൊണ്ട് അതിൽ ഫലപ്രാപ്തിയിൽ വരുള്ളൂ. കാരണം പല സ്റ്റേറ്റിന്റെ അഭിപ്രായങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പൊ ഇൻഷുറൻസ് മേഖല വളരെയധികം മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് ഒരു ധാരണ IFPH പോലെയുള്ള ഒരു ഓർഗനൈസേഷൻ കൊടുക്കേണ്ടി വരും. കാരണം ഓരോ അസുഖത്തിൽ ഇന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡിസീസിനൊക്കെ തന്നെ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റും അതുപോലെ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റും, ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്, കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ സ്റ്റേ ആണെങ്കിൽ സ്റ്റേയുടെ ഹൗ മെനി ഡേയ്സ് എന്നുള്ളതിന് വ്യക്തമാക്കി അതിന് ആനുപാതികമായിട്ടാണ് അതിന്റെ കോസ്റ്റ് നിശ്ചയിക്കപ്പെടേണ്ടത്. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒരു ഊന്നൽ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ നമുക്ക് കോമൺ ആയിട്ടൊരു ഹോമിയോപ്പതിക്കാര് നമ്മൾ പൊതുവെ സാർ ഇപ്പം ക്രോണിക് ഡിസീസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഇന്റഗ്രേറ്റീവ് ഒരു കാര്യം പരീത് സാർ സംസാരിച്ചു, അതുപോലെ പ്രൈമറി കെയറിൻ്റെത്, പ്രിവെന്റീവ് മെഡിസിൻ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. നമുക്കിപ്പം നേരത്തെ പറഞ്ഞതുപോലെ പല ഇതിൽ ആമസോൺ പോലെയുള്ള പല ഏജൻസികളിൽ നിന്ന് മെഡിസിൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഈ വെൽനസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ട, അതിൻ്റെ ഒരു ബിസിനസ് മോഡ് ഉണ്ടാകേണ്ട ഒരു കാര്യമുണ്ട്. അതിലേക്ക് ഒരു ഫാർമസ്യൂട്ടിക്കലിനെ തന്നെ നമ്മൾ അവെയർ ചെയ്യേണ്ട ഒരു സാധ്യത അതിനകത്തുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ അവയർനെസ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ ഈ അക്രഡിറ്റേഷന്റെ പ്രൊസീജിയർ, അതുപോലെ ഈ ട്രെയിൻഡ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡർഡൈസേഷന്റെ ഏരിയ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ മാർക്കറ്റിംഗ്, ഗവൺമെന്റിന്റെ റെഗുലേഷൻസും സപ്പോർട്ട്സും ഒക്കെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ അവബോധം ഉണ്ടാകുന്ന രീതിയിൽ ഒരു അവയർനെസ് കൊടുക്കണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ആയുർവേദത്തിന്റെ സെക്ടർ നമ്മൾ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് പല വൈദേശികരും ചോദിക്കുന്നത് ജെന്യുവിൻ ആയുർവേദം എവിടെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ജെന്യുവിനും അൺജെന്യുവിനും ആയിട്ടുള്ള ഒരു വിഷയം വന്നു. അപ്പൊ ഈ അൺജെന്യുവിൻ എന്താണെന്ന് പറഞ്ഞാൽ പല ടൂറിസ്റ്റ് സെക്ടറിലും നമുക്ക് പല തരത്തിലുള്ള ഈ ക്ലിനിക്കൽ ടിപ്സുകളെ ഏകീകരിച്ചു കൊണ്ടുള്ള ഒരു തെറാപ്പിയാണ് പല സ്ഥലത്തും കൊടുക്കുന്നത്. അറിയപ്പെടുന്നത് ആയുർവേദ എന്നുള്ളതാണ്. പക്ഷെ അതിൽ പല വിഷയങ്ങളും ഹോമിയോപ്പതിക്കും എടുത്ത് കൈകാര്യം ചെയ്യാവുന്നതാണ്. കാരണം ഇന്ന് നാച്ചുറോപ്പതി ചെയ്യുന്ന പല വിഷയങ്ങളും അല്ലെങ്കിൽ ഡ്രഗ്ലെസ് തെറാപ്പീസ് നിറച്ചുണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുവാനും ഇത് കഴിയുന്ന കുറെയൊക്കെ ഐസക് മത്തായി സാർ ആൾറെഡി പറഞ്ഞു വെച്ച കാര്യങ്ങളാണ്. അതോടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂട്ടായ്മയും ഒരു ചർച്ചയും ഉണ്ടാവണം. ഇതിനെക്കുറിച്ചുള്ള ഒരു സിലബസും ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആസ്പെക്റ്റും ഡിഫിക്കൽട്ടീസിനെയും ഒരു ബുക്ക്ലെറ്റ് പോലെ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. IFPH അതിന്റെ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻസ് ഫ്യൂച്ചറിൽ ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ഒരു മെഡിസിൻ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലോ നമുക്ക് ഇനിയും ചർച്ച ചെയ്യപ്പെടാം. കാരണം ഇതൊരു 1, 2, 3 വേദികളിൽ ഒരുങ്ങുന്ന ഒരു ഡിസ്കഷൻ അല്ല. ഇത് വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം അദ്ദേഹം പരിസാർ ആദ്യം സംസാരിച്ചതുപോലെ ഇതിനൊരു എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, ഒരു ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ട്. അത് ഹോമിയോപ്പതിയുടെ ഒരു ഭാവിയും കൂടെയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു വാക്കുകൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊരു ചികിത്സാശാസ്ത്രവും അതിന് ഒരു ശാസ്ത്രത്തിന്റെ പിൻബലവും ആത്മീയതയിലൂന്നിയ ഒരു വ്യക്തതയും അതിനകത്ത് ഉണ്ടായാൽ മാത്രമേ ആ ചികിത്സയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഒരു കാലാനുസൃതമായിട്ടുള്ള മാറ്റം ഓരോ ചികിത്സാശാസ്ത്രത്തിനും ഉണ്ടാവണം. അത് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പൊ ആ ഒരു രീതി ഹോമിയോപ്പതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സമയം അവസാനിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. എന്തായാലും വളരെ അത് ഒരു എന്താ പറയാൻ കുടത്തിലെടുത്ത ഭൂതത്തെ തുറന്നു വിട്ട പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് സുഖം പറഞ്ഞെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കാം. ശാരദാകൃഷ്ണ കോളേജ് കേന്ദ്രീകരിച്ചിട്ട് ഉഗ്രൻ സംഭവം ഇതിൽ ഉണ്ടാകുന്നു ഉറപ്പിക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഡോക്ടർ സന്തോഷ് കുമാർ ക്ഷണിക്കുകയാണ്. 10 ദിവസം തിരുവനന്തപുരത്ത് 10 ദിവസം ദുബായിലുമായിട്ട് ഹോമിയോപ്പതി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഡോക്ടർ സന്തോഷ്. ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മെഡിക്കൽ ടൂറിസം അതിന്റെ സാധ്യതകളെ പറ്റിയാണ് നമ്മളിപ്പം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഐസക് സാറും സുഗതൻ സാറും പരീത് സാറും പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ കേട്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം മിഡിൽ ഈസ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീഷണർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പേഷ്യൻസ് പലരും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രത്തിന് ഇതുപോലൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നത് ആയുർവേദ കേരള കൺസിഡർ ചെയ്തിരിക്കുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഒരു ഹബ്ബായിട്ടാണ്. അങ്ങനെ പലരും
കേരളം കേന്ദ്രീകരിച്ച് ആയുർവേദിക് ട്രീറ്റ്മെന്റിന് വരികയും ജോസ് ഐസക് സാർ പറഞ്ഞതുപോലെയുള്ള ഒരു മാധ്യമ സൃഷ്ടികൾ കഴിഞ്ഞ പ്രാവശ്യം എന്റെ പേഷ്യൻസ് ആയിട്ടുള്ള കുറച്ചു പേര് തന്നെ മലബാർ ഭാഗത്ത് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വരാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്തിരുന്നപ്പോഴാണ് ആ ഒരു ഔട്ട്ബ്രേക്ക് വന്നത്. ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക്, വളരെ ചെറിയൊരു ഔട്ട്ബ്രേക്ക് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അതിന് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു പുഷ് എന്ന് പറയുന്ന വളരെ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഞങ്ങൾ വന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല. പക്ഷെ അവര് ആ ടിക്കറ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഇവിടെ വരാൻ പറ്റാത്തൊരു, അത്രയും വലിയൊരു ഔട്ട്ബ്രേക്ക് അല്ലായിരുന്നു അത്. അപ്പം പ്രധാനമായിട്ടും അവരെല്ലാം വരുന്ന ഒരു ട്രീറ്റ്മെന്റ് കൺസിഡർ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് മെഡിസിന് വളരെ സ്വീകാര്യത അവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ആയുർവേദം തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒരു ഹോളിസ്റ്റിക് വെൽനസ് സെന്റർ ഉണ്ടായാൽ അവിടെ ആയുർവേദിക് ട്രീറ്റ്മെന്റിന് അവർ വരികയും ഹോമിയോപ്പതി, ബിക്കോസ് ഹോമിയോപ്പതിയുടെ അവയർനെസ് വളരെ കുറവാണ്. അത് സുഗതൻ സാർ പറഞ്ഞതുപോലെ നാഷണൽ വെബ്സൈറ്റിലൊന്നും നമ്മുടെ ഹോമിയോപ്പതിയുടെ പേര് പോലും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവയർനെസ് കുറവായത് അവിടെ വരുന്നവര് ക്രോണിക് ഡിസീസിന് വേണ്ടി മെഡിസിൻസിന്റെ അവൈലബിലിറ്റി UAE മാർക്കറ്റിൽ, മിഡിൽ ഈസ്റ്റിൽ വളരെ കുറവ് ആയുർവേദിക് മെഡിസിൻസിന്റെ. അപ്പം അവര് 3 years കണ്ടിന്യൂസ് ആയിട്ട് വരാനാണ് ആയുർവേദ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആയുർവേദിക് എല്ലാ വെൽനസ് സെന്ററും പറയുന്നത്. അത് വരുന്നത് വരെ നമുക്ക് നമ്മുടെ മെഡിസിൻ അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം കൊടുക്കുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റുകയും ചെയ്താൽ നമുക്കുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ട് ആണ് ഉള്ളത്. രണ്ടാമത്തെ കാര്യം, അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആളുകൾ ആയുർവേദത്തിനാണ് വരുന്നെങ്കിലും നമ്മുടെ ഹോസ്പിറ്റൽസ്, ഹോമിയോപ്പതിയുടെ പറയുമ്പോൾ തന്നെ അക്രഡിറ്റഡ് ഹോസ്പിറ്റൽസ് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അവര് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു അക്രഡിറ്റേഷൻ ഉള്ള, ഇപ്പൊ ആയുർവേദിക് സെന്റർ ആണെങ്കിൽ അവർ നോക്കുന്നത് അക്രഡിറ്റേഷൻ ഉള്ള സെന്റേഴ്സ് മാത്രമേ നോക്കുള്ളൂ. നേരത്തെ സുഗതൻ സാറ് പറഞ്ഞതുപോലെ മെഡിസിൻസിന്റെ അവൈലബിലിറ്റി, വ്യാജ മെഡിസിൻസ് ആണോ കിട്ടുന്നത്, ജെന്യൂനിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം അവർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പല ക്ലിനിക്കുകളും ഇതുവരെ എനിക്ക് തോന്നുന്നില്ല പ്രധാനപ്പെട്ട ക്ലിനിക്സ് ഒക്കെ ഒരു അക്രഡിറ്റേഷൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ക്ലിനിക്ക് കേന്ദ്രീകരിച്ച് നമുക്കൊരു ടൂറിസം പദ്ധതി നടത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ബുദ്ധിമുട്ടായിരിക്കും. പേഷ്യൻസിന്റെ കിടത്തി ചികിത്സിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. അപ്പൊ ഇത് ഒരു കോളേജ് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ലെവലിലോ ഉള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്നുകൊണ്ട് നമുക്കൊരു മെഡിക്കൽ ടൂറിസത്തിലേക്ക് പോയാൽ നമുക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. രണ്ടാമത്, പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ള അവയർനെസ്സിന് വേണ്ടി IFPH പോലുള്ള സംഘടനകൾ നല്ല രീതിയിലുള്ള ഒരു മാധ്യമ കവറേജ് അത് ലോകമെമ്പാടും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഗവൺമെന്റിന് നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് ഗവൺമെന്റ് വെബ്സൈറ്റുകളിൽ നമ്മുടെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്, എസ്പെഷ്യലി ക്രോണിക് ഡിസീസിന് വേണ്ടിയുള്ള നമ്മുടെ ഇമ്പോർട്ടൻസ് കുറെ കൊടുത്താൽ കുറെ പേരെ നമ്മുടെ കേരളത്തിലേക്ക് ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലേക്ക് വരുന്ന പേഷ്യൻസിന് നമുക്ക് നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് ഹോളിസ്റ്റിക് സിസ്റ്റം, ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ട്രീറ്റ്മെന്റ് സെന്റേഴ്സിനകത്ത് ഹോമിയോപ്പതിക്ക് കവറേജ് വരുത്തുക. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഹോമിയോപ്പതി ഇൻഷുറൻസ് കവറേജിനകത്ത് വന്നിട്ടില്ല. സോ അവര് ഭയങ്കരമായിട്ട് പേയ്മെന്റ് നടത്തിയാണ് താല്പര്യമുള്ളവര് ഹോമിയോപ്പതിക് മെഡിസിൻസ് എടുക്കുന്നത്. പിന്നെ അവര് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേരളത്തിലേക്ക് വരാനാണ്. കാരണം കണക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര കൊണ്ട് കേരളത്തിലേക്ക് വരാൻ എല്ലാവരും തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം, ക്യാഷും വളരെ കുറവാണ്. കേരളത്തിലേക്കുള്ള എയർ ടിക്കറ്റ് ചാർജ് കമ്പയറബിൾ ടു അതർ കൺട്രീസ് എന്ന് വരുന്ന ആളുകൾക്ക് വളരെ കുറവാണ്. സോ കേരളത്തിന്റെ പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. അത് നമുക്ക് എങ്ങനെ അതിനെ കൂടുതലായിട്ട് കേന്ദ്രീകരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ IFPH പോലുള്ള സംഘടനകൾ വളരെ നല്ലതുപോലെ ചർച്ച ചെയ്ത് ആ അവയർനെസ് കൂട്ടിയാൽ കുറെ പേരെ നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാം. ഇതാണ് എനിക്ക് പറയാനുള്ള. ഓക്കെ, വളരെ ഡോക്ടർ സന്തോഷ് വളരെ ബ്രീഫായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ പറയുന്ന പോലെ അവയർനെസ് ഇല്ലാന്ന് ഡോക്ടർ സുഗതൻ നേരത്തെ പറയുകയുണ്ടായി. കുറച്ച് തൊട്ട് മുമ്പ് ഫ്യൂച്ചറിസ്റ്റ് ഹോമിയോപ്പതിയെ പറ്റിയ ഒരു പ്രഭാഷണമാണ് ലേഡി ഡോക്ടർ. വളരെ പൊട്ടൻഷ്യൽ ഉള്ള സ്ത്രീയാണ്. കാരണം ഒരു കേന്ദ്രമന്ത്രിയോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഹോമിയോപ്പതി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ ഇവിടെയുള്ള എത്ര പേര് ചോദിക്കും, എത്ര പേര് മിണ്ടും എന്നുള്ളതാണ്. നിതിൻ ഗഡ്കരിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ സാർ എന്തുകൊണ്ടാണ് ഹോമിയോപ്പതി ഉൾപ്പെടുത്തുക? അപ്പൊ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷെ അവർ IFPH അറ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ
ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എവിടെ നിന്ന് കിട്ടുന്നത് അറിയാമായിരുന്നു. ഇതിനകത്തുണ്ട് പ്രകാശ് റാവു സാറ് ജിപ്മറിൽ പോണ്ടിച്ചേരി സ്റ്റഡി നടത്തുന്നുണ്ട്. പിന്നെ അത് പറയുണ്ടായി. എന്തായാലും സന്തോഷം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുണ്ടായി. ഇൻസ്റ്റിറ്റ്യൂഷൻസും ചേർന്ന് കൊണ്ടുവേണം നടത്താൻ. അതുപോലെ കേരളത്തിന്റെ സാധ്യതകൾ വളരെ വലുതാണെന്ന് പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെന്നാണ് ഐസക് മത്തായി ഡോക്ടർ പറഞ്ഞത്. എന്തായാലും IUPH താമസിയാതെ തന്നെ അങ്ങനെ സെഷൻ വെക്കുന്നുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് മേഖലയിലെ ആളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഹോമിയോപ്പതിയിൽ എത്രത്തോളം അവൈലബിൾ ആണെന്നൊരു സെഷൻ താമസിയാതെ വെക്കുന്നുണ്ട്. ഡോക്ടർ ബിന്ദുരാജിലേക്ക് പോവാം. ഡോക്ടർ ബിന്ദുരാജ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും നല്ലൊരു ചർച്ചയാകും. രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഞാനും കേട്ടിരുന്നു, ആദ്യത്തതും ഞാൻ പങ്കെടുത്തിരുന്നു. ഇതിനകത്ത് ഏതാണ്ട് കഴിഞ്ഞ വർഷം $, ഏതാണ്ട് 9 മില്യൺ രൂപയാണ്, 9 ബില്യൺ രൂപയാണ് $ആണ് ഇന്ത്യയിലേക്ക് മാത്രമായിട്ട് പേഷ്യൻസ് കൊണ്ടുവന്നത്. അതിനകത്ത് ഏതാണ്ട് 2 മില്യൺ പേഷ്യൻസ് ആണ് ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ശരിക്കും എനിക്ക് ഇതിനകത്ത് വളരെ വലിയൊരു ശുഭാപ്തി വിശ്വാസമാണുള്ളത്. കാരണം ഹോമിയോപ്പതിയുടെ ഹബ്ബ് എന്ന് പറയുന്നത്, ഹോമിയോപ്പതിയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്. അതുമാത്രമല്ല, ആ ഹോമിയോപ്പതിയുടെ കേന്ദ്രം എന്ന് പറയുന്ന ഇന്ത്യയുടെ തലസ്ഥാനം കേരളവുമായിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് ഹോമിയോപ്പതി ചെയ്യാൻ അറിയാവുന്ന, ഹോമിയോപ്പതിയുടെ കാതൽ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാൻ അറിയാവുന്ന ഡോക്ടേഴ്സ് ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ ഇത് ശരിക്കും എന്നെ സംബന്ധിച്ച്, ഞാനിപ്പോൾ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു സാധാരണ ക്ലിനിക്കായ എനിക്ക് തന്നെ എനിക്ക് പേഷ്യൻസിനെ, വളരെ അടുത്തുള്ള പേഷ്യൻസിനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതെങ്കിലും ഓരോ ചെറിയ സമയത്തും നമ്മൾ ചെയ്യുന്ന ഹോമിയോപ്പതിയുടെ മഹത്വം കൊണ്ട്, ആ ഹോമിയോപ്പതി എന്താണ്, വരുന്ന പേഷ്യൻറ്റിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനും പറ്റും. അല്ലാതെയുള്ള ഒരു അവയർനെസ് അല്ലാതെ എല്ലായിടത്തുമുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കാം എനിക്ക് വളരെ അടുത്തുനിന്നുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും, എനിക്ക് പുനലൂർ എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് കൊല്ലം, പത്തനംതിട്ട, ചെങ്കോട്ട ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിന് എല്ലാം ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ആ അടുത്തുള്ള സ്ഥലത്തിൽ ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് തന്നെ, തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് പേഷ്യൻസ് വരാൻ തുടങ്ങി. അപ്പോൾ ഇത്, ഞാനൊരു യാത്രികനും കൂടെയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഒരുപാട് പേരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ പലരോടും ഞാൻ ഹോമിയോപ്പതിയെ പറ്റി, ഈ യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കൂട്ടുകാരെ പരിചയപ്പെടുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങനെയും പേഷ്യൻസിനെ ജനറേറ്റ് ചെയ്യാനും എൻ്റെ ക്ലിനിക്കിലേക്ക് എത്തിക്കാനും ഒക്കെ എനിക്കായി. അങ്ങനെ 5-6 വർഷം കൊണ്ട് ഇപ്പോൾ ഞാനൊരു വെൽനസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഞാൻ യോഗയും ഡയറ്റ് തെറാപ്പിയും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു സെൻ്ററായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് മുന്നോട്ട് ഉള്ള പാത എനിക്ക് ഇപ്പം വളരെ ശോഭനമായിട്ട് നന്നായിട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഇത് ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. കാരണം നമ്മൾക്ക് ഓരോ പേഷ്യൻറ്റിനെയും കേൾക്കാൻ നമ്മളുടെ കേരള മനസ്ഥിതിയിൽ നമുക്കൊരു, കേരളത്തിലെ നേഴ്സസ് ഒക്കെ വളരെ പ്രശസ്തരാണല്ലോ ഈ ഒരു സർവീസ് ചെയ്യുന്നതിനകത്ത്. അപ്പോൾ ഈ സർവീസ് എന്ന് പറയുന്നത് ആ ഒരു കെയർ, കമ്പാഷൻ, ഇൻ്റലക്റ്റ് ഒക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അതിനകത്ത് ഹോമിയോപ്പതിയുടെ കാതൽ, നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ സുഗതനൊക്കെ പറഞ്ഞ പോലെ, ഹോമിയോപ്പതി അതിൻ്റെ കാതലായിട്ടുള്ള ഹോമിയോപ്പതിയാണ് വേണ്ടത്, കലർപ്പില്ലാത്തതാണ് വേണ്ടത്. ജെന്യൂൻ ആണോ എന്ന് ആയുർവേദത്തെ പറ്റി അന്വേഷിക്കുന്ന പോലെ തന്നെ ഹോമിയോപ്പതി എന്താണെന്നുള്ളത്. ഇവ ഇത്രയും സ്ട്രെസ് കൂടുതലുള്ള കോർപ്പറേറ്റ് ബിസിനസ് മേഖലയിലുള്ള ആൾക്കാർ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സിൻ്റെ ഏറ്റവും വലിയ നീരാളിപ്പിടുത്തത്തിൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ട് ആ മരുന്നുണ്ടാക്കുന്ന പാർശ്വഫലങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാർക്ക് നമ്മൾ ചികിത്സ ചെയ്ത് മാറ്റം വരുത്തുമ്പോൾ, അത് പറഞ്ഞറിഞ്ഞിട്ട് തന്നെ പേഷ്യൻസ് വരുമ്പോൾ, നമുക്കിപ്പോൾ ഒരു ഡോക്ടർക്ക് 1 ലക്ഷം പേഷ്യൻ്റ് വന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇത്ര പേരെയല്ലേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ കൺസൾട്ടേഷനിൽ എനിക്ക് നോക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൂറിസം എന്ന് പറയുന്നത്, മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത് എനിക്ക് ആർജിക്കാനാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനുമൊക്കെ ഇത് ആർജിക്കാനായിട്ട് പറ്റും. ഞാനൊരു ചെറിയ സ്ലൈഡ് ഷോ ചെയ്യാമെന്ന് കരുതുന്നു. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? അതെ, കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. ഇത് എൻ്റെ സ്ഥലമാണ് പുനലൂർ. പുനലൂര് ശരിക്കും വളരെ വിവിഡായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റുന്ന, സമാധാനമുള്ള ഒരു ഗ്രാമപ്രദേശവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ടൗൺ ആണെങ്കിലും അതിന് വളരെ വലിയ ഗ്രാമീണ ഭംഗി ഇതിനുണ്ട്. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി പോലും എൻ്റെ സെല്ലിംഗ് പോയിന്റാണ്.
എൻ്റെ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് വൃത്തിയുള്ള സ്വച്ഛന്തതയുള്ള സ്ഥലം എനിക്ക് കൊടുക്കാനും കാണിക്കാനും പറ്റുന്ന സ്ഥലമാണ്. അവിടെ എൻ്റെ സെൻറ്റർ ഞാൻ ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാനൊരു സ്പോർട്സിലും മറ്റ് ഗെയിമുകളിലുമൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉണ്ട്. കാരണം ഐ ആം ഓൾസോ എ മോഡൽ ഫോർ ദിസ്. ഇതെൻ്റെ സെൻറ്ററാണ്, വെൽനസ് ഏരിയ ആണ്. അവിടെ ഇന്ന് നടന്ന സെഷൻ്റെ ജസ്റ്റ് ഒരു സ്നാപ്പാണിത്. ഇങ്ങനെയുള്ള കുറച്ച് സെഷൻസ് അവിടെ നടക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. എൻ്റെ പ്രദേശം, ഞാൻ എൻ്റെ യാത്രകൾ പല സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സുഹൃത്തുക്കളാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചാരകർ. അവർക്ക് ഞാൻ ഹോമിയോപ്പതി എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രചാരകർ. അത് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ആൾക്കാരെ പേഷ്യൻസായിട്ടും സുഹൃത്തുക്കളെ കിട്ടുക. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം അവരെല്ലാം പേഷ്യൻസാണ്. അപ്പോൾ അവർക്കെല്ലാം എൻ്റെ സ്ഥലത്തേക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രാക്ടീസ് പേഷ്യൻ്റായിട്ട്. ഇവരെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ഹോം നമ്മുടെ സ്ഥലമാണ്, ഗോഡ്സ് ഓൺ കൺട്രി. ഇത് എൻ്റെ ടീമാണ്. നിങ്ങൾക്ക് അതിനകത്ത് മെയിനായിട്ട് വെൽനസിൻ്റെ ഫുൾ ചാർജ് എടുക്കുന്ന നമ്മുടെ IFPHൻ്റെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറി ആയ ജിതി മാം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ താങ്ക് യു. വളരെ വ്യത്യസ്തമായ ബിന്ദുരാജ് സ്വയം അതിന്റെ ഒരു പ്രസ്ഥാനമായി അതിന്റെ ഭാഗമായി മാറി അതിലൂടെ തന്നെ തികച്ചും ഈ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ബിന്ദുരാജ് ഒരു നല്ല കലാകാരൻ കൂടിയാണ്. വളരെ സന്തോഷം. എന്തായാലും IFPHന്റെ ചർച്ച നടന്ന അടുത്ത ദിവസം ബിന്ദുരാജ് വിളിച്ചിട്ടൊരു കാര്യം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ പരിപാടി ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടായ വ്യക്തികൾ ഒരാൾ ഞാനായിരിക്കുമെന്ന്. രണ്ടാം ദിവസം മോഹൻ സാറിനെ കുലശേഖര സാറ് വിളിച്ചിരുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രോത്സാഹനമാണ് അതിന് കിട്ടിയത്. മാത്രമല്ല ഇന്നിപ്പം 55 പേർ ആദ്യം ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നുള്ളത് സന്തോഷമുണ്ട്. നമുക്ക് ഇനി കൺക്ലൂഡ് സെഷനിലേക്ക് പോയി എല്ലാവർക്കും ഈ 2 മിനിറ്റിലേക്ക് പോകാം. പരീസ് സാറേ അൺമ്യൂട്ട് ചെയ്യൂ. സാറേ അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? ഇപ്പം ഞാൻ ഈ ഒരു മേഖല ഞാൻ നമ്മുടെ ടച്ച് ചെയ്യാത്ത ഒരു മേഖലയുണ്ട്, അതായത് പാലിയേറ്റീവ് കെയർ. കഴിഞ്ഞ ദിവസം പഴയ ചീഫ് സെക്രട്ടറി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, പി രാമചന്ദ്രൻ സാറിൻ്റെ സ്മരണയ്ക്കുള്ള പ്രഭാഷണം. അന്ന് മെയിനായിട്ട് ഡോക്ടർ രാജഗോപാൽ ആണ് മുഖ്യപ്രഭാഷണം നടത്തിയത്. അദ്ദേഹം ഊന്നൽ കൊടുത്തത് പാലിയേറ്റീവ് കെയറിലാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു നല്ല മറുപടി പറഞ്ഞു. അതായത് പാലിയേറ്റീവ് കെയറിൽ ഹോമിയോപ്പതി അലോപ്പതിക്ക് മാത്രമുള്ള സ്പേസ് ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ നീറ്റായിട്ട് ഹോമിയോപ്പതിയുടെ കാര്യവും ആയുർവേദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പാലിയേറ്റീവ് കെയറിൽ വളരെയധികം സാധ്യതയുള്ളതാണ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ടൂറിസത്തിൽ ഈ പാലിയേറ്റീവ് കെയർ എന്നുള്ള സംഗതി നമ്മുടെ സിലബസിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സിലബസിൽ കൂടെ പെടുത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ശരിക്കും ഹോമിയോപ്പതിയിൽ. ഇതാണ് ഒരു കാര്യം പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തിരുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഇത് അത്യാവശ്യമാണ്. അത് നമ്മൾ എല്ലാവരും ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞ കാര്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റിസർച്ച്, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്തുമാത്രം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട്ഫുള്ളാണ്. എന്നാൽ പോലും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിലും സാധ്യത കൂടുതലുള്ളത്. ഇപ്പം നമ്മളെ മീഡിയ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ക്യാമ്പയിൻ, ഇത് നമ്മൾ IFPH മുഖാന്തരം കുറച്ച് ചെയ്യാൻ പറ്റിയെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അത് ഈ മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം പുനലൂരിൻ്റെ കാര്യം പറഞ്ഞ പോലെ പല ഏരിയാസ് ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ വാഗമൺ ഏരിയാസൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കേരളത്തിൽ ധാരാളം സ്പോട്ടുകൾ ഇങ്ങനെ ടൂറിസത്തിനായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോമിയോപ്പതിയോ മറ്റേ ഹെൽത്ത് ടൂറിസം എന്നുള്ള രീതിയിൽ അതിനകത്ത് ആ കൺസെപ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ് പ്രോഗ്രാം അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് പോലും ശരിക്കും മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ട് അതുപോലും നമുക്ക് ഒരു ഏരിയ ആണ്, ചലഞ്ചിങ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഈ ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ്.
അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ്. ഇപ്പം നമ്മൾ സൗദി അറേബ്യ ഫോർ എക്സാമ്പിൾ ഇതുവരെ ഈ ടൂറിസത്തിനൊരു ഊന്നൽ കൊടുക്കാത്ത ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇപ്പോഴവർ പുതിയതായിട്ടൊരു സ്ട്രാറ്റജി 2030 വിഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ ടൂറിസത്തിനാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും ടൂറിസത്തിലെ മുൻപന്തിയിലുള്ള നമ്പർ 1 ആകാനുള്ള ഒരു ശ്രമത്തിൽ അവർ മുമ്പോട്ട് വരികയാണ്. ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് നമ്മുടെ ഹെൽത്ത് ടൂറിസവും ആയിട്ട് യൂട്ടിലൈസ് അതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർ ആ രീതിയിൽ മുമ്പോട്ട് പോയാൽ ശരിക്കും അതിന് നമുക്ക് പിന്നെ കടന്നു കയറാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ വളരെയധികം സ്കോപ്പുണ്ട്. ആ രീതിയിലുള്ള പ്ലാനിങ് നമുക്കുണ്ടാകണം, അതിൻ്റെ മോണിറ്ററിങ് ഉണ്ടാകണം, ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ പറയാനില്ല. ഇഷ്ടംപോലെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ഇതാണ് എനിക്ക് കൺക്ലൂഡിങ് ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എല്ലാം കൂടെ സമാഹരിച്ചിട്ട് സാറിന്റെ നേതൃത്വത്തിൽ തന്നെ IFPH പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോസ് ഐസക് സാർ 2 മിനിറ്റ്. എനിക്ക് തോന്നുന്നു മറ്റൊരു ഏരിയ ഈ ജെറിയാട്രിക് പ്രോബ്ലംസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്തതോടുകൂടി ഇനി കുറച്ചാൾ കഴിയുമ്പോൾ 0 പോപ്പുലേഷൻ ഒക്കെ വരുമ്പോൾ ജെറിയാട്രിക് പോപ്പുലേഷൻ ആയിരിക്കും 50%. അപ്പൊ അവരെയും കൂടി ഒന്ന് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ക്വാളിറ്റി, അത് നമ്മൾ ആയുഷ് സിസ്റ്റംസിനെല്ലാം ഒരു ബാധകമുള്ള ഒരു കാര്യമാണ് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു എന്താണ് അക്രഡിറ്റേഷൻ കൊടുക്കുക, ABCന്നോ എത്രയോ. കാരണം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും അവർക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്ന അതേ ഏതിലാണോ അതിലേക്ക് പോകാനുള്ള ഒരു 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 ലീഡ് കൊടുക്കുക. പിന്നെ മറ്റൊന്ന് നമ്മളെ മീഡിയയെ തന്നെ ഒന്ന് എന്താണ് സെൻസിറ്റൈസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇതുകൾ എങ്ങനെ ടൂറിസത്തെ അഫക്റ്റ് ചെയ്യുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ അവരെ ഒന്ന് സെൻസിറ്റൈസ് ചെയ്യുക, അവരെ ഒന്ന് എന്താണ് ബോധം സൃഷ്ടിക്കുക എന്നുള്ളത് കൂടെ അത്യാവശ്യമാണ്. ഓക്കെ സാർ. ഇരിക്കുന്ന കവരം മുറുക്കിയാണ് നമ്മുടെ മീഡിയകൾ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സാറ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയണ്ട. എനിക്ക് തോന്നുന്നത് ഈ മെഡിക്കൽ ടൂറിസം തിരിച്ച് തന്നെ നമുക്കൊരു കോഴ്സ് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ ആധികാരികത വരുമെന്ന് തോന്നുന്നു. ഡോക്ടർ സുഗതൻ എന്താ പറയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ എനിക്കതിന് ഇതിനൊരു അതായത് ഇതെങ്ങനെ തുടങ്ങണം. ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ആ താല്പര്യത്തിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലീഡർഷിപ്പിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ ലീഡർഷിപ്പിന്റെ ആവശ്യത്തില് ഏറ്റവും കൂടുതൽ നമുക്കത് ഗൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഫരീദ് ഖാൻ സാറ്, അതുപോലെ തന്നെ ജോസ് ഐസക് സാറ്. നമ്മുടെ ഉദ്ഘാടകൻ ആൾറെഡി കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ. നമുക്ക് സാധ്യതകൾ, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ അതിനകത്ത് ഇപ്പം സാറ് പറഞ്ഞ ഒരു പാലിയേറ്റീവ് കെയർ ഒരു ഏരിയയാണ്, ജെറിയാട്രിക് കെയർ ഒരു ഏരിയയാണ്. അതുപോലെ ഇന്ന് ഓൾഡ് ഏജ് ഹോമിന്റെ വളരെ കൂടുതൽ ഓൾഡ് ഏജ് ഹോംസിന്റെ നമ്പർ കൂടിക്കൊണ്ടുവരികയാണ്. അതുപോലെ ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഈ മദർ ആൻഡ് ചൈൽഡ് കെയർ, എസ്പെഷ്യലി കെയർ ഓഫ് ദ ന്യൂ ബോൺ ചിൽഡ്രൻ, അങ്ങനെയുള്ള കുറെ സാധ്യതയുള്ള ഏരിയ ജനറലൈസ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ അതിനെല്ലാം ക്രോഡീകരിച്ച് ഈ ഒരു സാധാരണ ഒരു സ്റ്റേക്ക് ഹോൾഡർ വന്നാൽ അവർക്ക് ഇതൊരു നഷ്ടമാകാത്ത രീതിയിൽ ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഡോക്ടർ ബിന്ദുരാജ് വന്നിട്ട് ഒരു സ്ട്രക്ചർ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചായിരുന്നു. അതുപോലുള്ള ഇതിനകത്ത് നമുക്കൊരു അല്ലാതെ ഒരു ബിസിനസ് പണം മുടക്കിയാലും അത് നമുക്ക് നഷ്ടമാകില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റിലുള്ള ഡിഫിക്കൽട്ടീസിനെയും കൂടെ നമുക്ക് നേരത്തെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ വളരെയധികം ആൾക്കാർ വരും. തീർച്ചയായിട്ടും അതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ലോകത്തിലുള്ള ചികിത്സാശാസ്ത്രത്തിൽ അലോപ്പതി വേറെ രീതിയിലാണ്, കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. മറ്റ് ഒരു ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് ആയുർവേദയെക്കാളും സിദ്ധയെക്കാളും ഹോമിയോപ്പതി മറ്റു ചികിത്സാശാസ്ത്രത്തിനേക്കാളും ഏറെ ഹോമിയോപ്പതിക്ക് മുൻഗണന അല്ലെങ്കിൽ ഒട്ടി നിന്നുകൊണ്ട് തന്നെ ഈ ചികിത്സ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് വേൾഡ് ലെവലിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഡോക്ടർ സന്തോഷ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മിഡിൽ ഈസ്റ്റില് പരീത് സാർ പറഞ്ഞതുപോലെ സൗദി അറേബ്യയിൽ ഇതുവരെയും ഹോമിയോപ്പതിക്കുള്ള അക്സെപ്റ്റൻസ് വന്നിട്ടില്ല. കാരണം നമ്മുടെ മെഡിസിൻസിനകത്ത് ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് അവർ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവിടെ ഒരു എക്സാമും നടത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ളത് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് ആണ്. പക്ഷേ ആയുർവേദ
കേരളത്തിലേക്ക് ആളുകൾ വരുന്നതുകൊണ്ട് കേരളത്തിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ താല്പര്യപ്പെടുന്നു. പക്ഷേ നേരത്തെ ഡോക്ടർ ബിന്ദുരാജ് പറഞ്ഞതുപോലെ കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാർ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ ഡോക്ടേഴ്സും വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പകർച്ചവ്യാധികൾ എപ്പോഴും പടർന്നു പിടിക്കും എന്നുള്ളത് കൊണ്ട് ഈ ടൂറിസം ആയുർവേദത്തിനെ കൂടെ അവര് നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു ഹബ്ബാക്കി കൊണ്ടുവരാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മീഡിയകളിൽ ഇങ്ങനെ വരുന്ന വാർത്തകളെ ശരിക്കും നമ്മൾ ഒരു അവയർനെസ് അവർക്ക് കൊടുത്ത് അങ്ങനെ ഒന്നും കൊണ്ടുവരാതിരിക്കാൻ പ്രധാനമായും IFPH പോലുള്ള സംഘടനകൾ അത് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും. കാരണം അല്ലെങ്കിൽ കേരളത്തിന് അനന്ത സാധ്യതയുള്ള ഈ ഒരു മെഡിക്കൽ ടൂറിസം നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാനുള്ളത് ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ കർശനമായി ഒരു പ്രവർത്തനം നടത്തിയാലേ പറ്റുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. കൾച്ചർ മാറണം. ഈ ഹർത്താൽ കൾച്ചർ നോട്ടക്കൂലി മാറിയാൽ മാത്രമേ ഒരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഡോക്ടർ ബിന്ദുരാജ്, നമുക്ക് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം മാക്സിമം. അതാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. ഹോമിയോപ്പതി എന്താ, എന്തിനുള്ളതാണ്, ഇത് ഇവിടെ നമുക്കിപ്പം കേരളത്തിൽ ഇത് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഡോക്ടേഴ്സിനൊക്കെ ഇത് എങ്ങനെയൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഇത് എല്ലായിടത്തും എത്തത്തുള്ളൂ. അതിനുവേണ്ടി നമുക്കത് മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വളരെ നല്ല സെഷനായിരുന്നു. നമ്മുടെ 3-4 മുൻ DMOമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ നമ്മുടെ മറിയാമ്മ ഡോക്ടർ, അതുപോലെ ഭദ്രൻ ഡോക്ടർ ഉണ്ട്, ആനി ജോൺ തോപ്പിൽ എറണാകുളം കോട്ടയത്തിന്റെ DMO ആയിരുന്നു. ഇവരെല്ലാം വരെ സാന്നിധ്യം സദസ്സുണ്ട് എന്ന് അറിയിക്കുകയാണ്. നമുക്ക് ഔപചാരികമായി നന്ദി പറയുന്നതിനായി ഡോക്ടർ മറിയാമ്മ ജോൺ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ. ഡോക്ടറെ, എല്ലാവർക്കും നമസ്കാരം. മെഡിക്കൽ ടൂറിസം ഹോമിയോപ്പതിയുടെ സാധ്യത 2ാം ഭാഗം ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് നൽകുകയും ചെയ്ത ശ്രീ പരീത് ഖാൻ സാർ, പ്രൊഫസർ ഡോക്ടർ ജോസ് ഐസക് സാർ, ഡോക്ടർ സുഗതൻ MV സാർ, ഡോക്ടർ സന്തോഷ് കുമാർ SV സാർ, ഡോക്ടർ ബിന്ദുരാജ് BJ, എല്ലാവർക്കും IFPHന്റെയും ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയുമായി സന്തോഷകരമായി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഈ ചർച്ചകൾ തുടർന്നും വരണമെന്നും ഇത് പൂർണ്ണതയിലേക്ക് നമുക്ക് IFPH എത്തിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും, എല്ലാ ഡോക്ടർമാർക്കും, വിദ്യാർത്ഥികൾക്കും, ഹോമിയോപ്പതി സ്നേഹികൾക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ഇനി വരും ദിവസങ്ങളിലും നമുക്ക് നാളത്തെ ദിവസം ഭരണഘടന ആരോഗ്യ പരിപാലനം ഭാഗം 2 ഉണ്ട്. അതുകൂടാതെ തന്നെ ഹോമിയോപ്പതിയിൽ ധാരാളം നമ്മൾ പറഞ്ഞ പോലെ എന്താ പറയുക സപ്ലിമെന്റ്സ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ അതിന്റെ ബെനിഫിറ്റ് പോകുന്നത് നമ്മളെ എതിർക്കുന്ന മരുന്ന് കമ്പനികൾക്കാണ്. അതൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ഹോമിയോപ്പതി സപ്ലിമെന്റുകൾ ഹോമിയോപ്പതി ഡോക്ടർമാർ ഉപയോഗിക്കണം. നമ്മുടെ കമ്പനികളെ കുറെ ശക്തിപ്പെടുത്താനും നമുക്ക് തന്നെ ഗുണമായിട്ടും നമുക്ക് അവർക്കും ഗുണമാക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് താമസിച്ച് അതിനെക്കുറിച്ച് ചർച്ച വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-ാം തീയതി മനുഷ്യാവകാശ ദിനമാണ്. ഇപ്പൊ മനുഷ്യാവകാശവും പൊതുജനാരോഗ്യ ബില്ലും എന്നൊരു ചർച്ചയുണ്ട്. അതുകൂടാതെ ഈ വർഷം അവസാനിപ്പിക്കുന്ന തുഞ്ചൻ അനുസ്മരണ ദിനത്തോടുകൂടി ഡിസംബർ 31-നാണ് ജോർജ് ഓണക്കൂർ സാറിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് സമ്പന്നമായ ഒരു വർഷം കൂടി നമുക്ക് അങ്ങനെ അവസാനിപ്പിക്കാം. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. നമസ്കാരം.